അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചെറുപെരുന്നാൾ സുദിനത്തിൽ നമ്മളോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കാനോ ഭക്ഷണം കഴിക്കാനോ പള്ളിയിൽ കൂടാനോ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ ഇല്ലാതെ അവര് ഈ മൈതാനിയിൽ വർഷങ്ങളായി അന്ത്യവിശ്രമം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സുന്ദരമായ സുദിനങ്ങൾ വരുമ്പോൾ നാം അവർക്ക് വേണ്ടി ഒരു യാസീനോദി, ഫാത്തിഹയും ഇഖ്ലാസും അബിദത്തൈനിയും ഓതി അവരിലേക്ക് ഹദിയ ചെയ്യുന്നത് കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഉറ്റവരുടയവർ. ഗൂഡല്ലൂർ മഹലിന്റെ പരിസരത്തുള്ള എത്രയോ വിശ്വാസിനികൾ ഈ മൈതാനിയിൽ വർഷങ്ങളോളമായി, പതിറ്റാണ്ടുകളോളമായി കിടക്കുന്നു. ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും ഹസനാത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുകയാണ് ഈ 6 അടി മണ്ണിന്റെ അടിയിലുള്ള നമ്മുടെ സഹോദര സഹോദരിമാർ. പരിശുദ്ധമായ ഈദുൽ ഫിത്തർ ഇന്നലെയും ഇന്നുമായി ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നീലഗിരി ജില്ലയിലെ ആസ്ഥാനമായ ഗൂഡല്ലൂർ, അതിന്റെ പരിസരത്തുള്ള മഹല്ലത്തുകളിൽ നിന്നൊക്കെ പെരുന്നാൾ നിസ്കാരവും ഖുതുബയും കഴിഞ്ഞ് അവരുടെ വേണ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും ലക്ഷ്യമാക്കി ഈ മൈതാനിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കിടക്കുന്ന ആളുകൾ പാവപ്പെട്ടവരും മുതലാളിയും, വെളുത്തവനും കറുത്തവനും, ഷാഫിയും ഹനഫിയും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ രൂപത്തിൽ, ഒരേ കബറിൽ, ഒരേ മണ്ണിന്റെ അടിയിൽ അള്ളാഹുവിന്റെ വിധിക്ക് കാത്തുകൊണ്ട് വർഷങ്ങളായി കിടക്കുകയാണ്. ഇവരൊക്കെ ഇവിടെ വരുന്ന ആളുകളിൽ നിന്നൊരു സലാം കിട്ടാൻ വേണ്ടി, അവരിൽ നിന്നൊരു ഫാത്തിഹ കിട്ടാൻ വേണ്ടി, അവരിൽ നിന്നൊരു യാസീൻ കിട്ടാൻ വേണ്ടി, ഇഖ്ലാസ് മുഅവ്വിദത്തൈനി കിട്ടാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി നാം ഒരു യാസീൻ ഓതി, ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതി അവരിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസമാകും, അവർക്ക് വലിയ സന്തോഷമാകും. അതോടൊപ്പം ഈ പവിത്രമായ സുദിനത്തിൽ പടച്ചതമ്പുരാൻ കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുമ്പോൾ നമ്മുടെ മൈതാനിയിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും ആ കൂട്ടത്തിൽ പെടും. അങ്ങനെ പെടുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി